ഈ വളരെ നിർണായകമായ ഒരു പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ കേരളത്തിലെ ബാറുകൾ പൂട്ടിയത് കേരളത്തിലെ ടൂറിസത്തെ ബാധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് കൽക്കരിപ്പാടമോ അല്ലെങ്കിൽ ഇരുമ്പ് അയിര് ഖനനമോ അങ്ങനെ ഒന്നുമില്ല, ഹെവി ഇൻഡസ്ട്രീസ് ഇല്ല. നമ്മുടെ മേഖല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടൂറിസമാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകവുമാണ്. അപ്പോൾ ഈ ബാർ അടയ്ക്കൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ടൂറിസം വരുമാനത്തെയും കേരളത്തിൻ്റെ ടൂറിസത്തെയും ബാധിച്ചിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ മുമ്പിലുണ്ട്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് സാധാരണ നിലയിൽ ടൂറിസത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന കൺവെൻഷനുകൾ, ചില കോൺഫറൻസുകൾ, ഇതെല്ലാം പുറമേ നിന്ന് വരുന്നത്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. കേരളത്തിൽ ഒഴിഞ്ഞു പോകുന്നത് പലതും എത്തിച്ചേരുന്നത് ശ്രീലങ്കയിലാണ്. പിന്നെ ഗോവയ്ക്കും ഇതുപോലുള്ള കൺവെൻഷനുകളെല്ലാം ഗോവയ്ക്ക് മാറുന്നുണ്ട്. അതിന് അവർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിന് ഇവിടെ വരുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം മദ്യത്തിൻ്റെ ലഭ്യത തന്നെയാണ്, വിദേശ മദ്യത്തിൻ്റെ ലഭ്യതയാണ്. അങ്ങനെ ആ പ്രശ്നം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതും പുതിയ നയത്തിൻ്റെ ഭാഗമായി ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടൂറിസം മേഖലയിൽ ഇപ്പോഴുള്ള സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാക്കും? ടൂറിസം മേഖലയിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ടൂറിസം മേഖലയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പരിശോധനയ്ക്ക് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അതിൻ്റെ മേലെ തീരുമാനം എടുത്തിട്ടുണ്ട്. അല്ല, അക്കാര്യത്തിൽ ബാർ ഉടമകളുമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്? ബാർ ഉടമകളുമായിട്ട് ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ഇതുവരെ നടന്നിട്ടില്ല. അവർക്ക് ഗവൺമെൻറ്റിനോട് പറയേണ്ട ചില കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ അവർ ചില സംഘടനകളൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ടൂറിസം മേഖലയിൽ ബാറുകൾ തുറന്നു കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു 10-100 ബാറുകളെ കേരളത്തിൽ തുറക്കാൻ കഴിയുള്ളൂ. കൂട്ടിപ്പോയത് ഏതാണ്ട് 700 ശിഷ്ടം ബാറുകളാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഈ ബാർ അസോസിയേഷനുകൾ അംഗീകരിക്കും. അതൊരു വലിയ തടസ്സമായിരിക്കില്ലേ? ഈ ബാർ അസോസിയേഷൻ്റെ അഭിപ്രായം അവർക്ക് പറയേണ്ട സ്വാതന്ത്ര്യമുണ്ട്. അതിനനുസരിച്ച് മാത്രം ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ടൂറിസം മേഖലയിൽ തന്നെ ബാർ അനുവദിക്കണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനിക്കുമ്പോൾ മാത്രമാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത കേന്ദ്രമേത്, ഇതൊക്കെ പരിശോധിച്ചേ തീരുമാനിക്കാൻ കഴിയുള്ളൂ. ആ നിലയിലേക്കുള്ള ഒരു ആലോചനയിൽ ഇപ്പോൾ ഗവൺമെൻറ് പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ടൂറിസം മേഖലയിൽ ബാറുകൾ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചൊരു ആലോചനയുണ്ട്. ഒരു തീരുമാനം എടുത്തിട്ടില്ല. അല്ല, ഈ 31-ാം തീയതിക്കുള്ളിൽ അതിനിടയിൽ സമയമുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. കാരണം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ആലോചനയ്ക്ക് വരേണ്ടി വരും. അത് മദ്യമേഖലയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നയം രൂപപ്പെടുത്തുന്ന സമയത്ത് ആലോചനയ്ക്ക് വിഷയമാകും. എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് ഞാൻ മുൻകൂട്ടി എനിക്ക് പറയാൻ പറ്റില്ല.